ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. അതിജീവനത്തിന്റെ സമരപാതയിലാണ് ഇന്ന് ജീവനക്കാർ. തൊഴിൽ മേഖലയിൽ നേരിടുന്ന ചൂഷണങ്ങൾക്കും അവകാശ ലംഘനങ്ങൾക്കുമെതിരെ ദിനംപ്രതി പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുന്നത് ആയിരങ്ങളാണ്. ജീവനക്കാർക്ക് ആവശ്യമായ ആനുകൂല്യങ്ങളും സംരക്ഷണവും നൽകേണ്ട സർക്കാർ മെല്ലെപ്പോക്ക് നയം തുടരുന്നത് ഏറെ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ട്. ജില്ലയിലെ സമര വാർത്തകളിലേക്ക് കടക്കും മുമ്പ് കാണാം പ്രധാന വാർത്തകൾ. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് പുതിയ സാരഥി. ടി സിദ്ദിഖ് DCC പ്രസിഡന്റായി സ്ഥാനമേറ്റു. സഹകരണ പ്രസ്ഥാനങ്ങളോടുള്ള വിവേചനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കള്ളുചെത്ത് തൊഴിലാളികളുടെ പ്രതിഷേധ പ്രകടനം. സമരം ശക്തമാക്കാൻ പൊതുയോഗത്തിൽ തീരുമാനം. കേഡർ സ്ട്രെങ്ത് അനുസരിച്ച് പ്രൊമോഷൻ ഒഴിവുകൾ നികത്താൻ കേരള ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന വ്യാപക ധർണാ സമരം. വാർത്തകൾ വിശദമായി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അമരക്കാരനായി ടി സിദ്ദിഖ് സ്ഥാനമേറ്റു. KPCC പ്രസിഡന്റ് VM സുധീരന്റെ സാന്നിധ്യത്തിലാണ് DCC ഓഫീസിൽ ടി സിദ്ദിഖിന്റെ സ്ഥാനാരോഹണം നടന്നത്. സ്ഥാനമൊഴിയുന്ന KC അബുവും കോൺഗ്രസ് സംസ്ഥാന ജില്ലാ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ ഇനി ടി സിദ്ദിഖ് നയിക്കും. DCC ഓഫീസിൽ നടന്ന ചടങ്ങിൽ KPCC പ്രസിഡന്റ് VM സുധീരന്റെ സാന്നിധ്യത്തിലാണ് സ്ഥാനാരോഹണ ചടങ്ങ് നടന്നത്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് നാഥനില്ലാ കളരിയായിരിക്കുകയാണെന്ന് VM സുധീരൻ കുറ്റപ്പെടുത്തി. എങ്ങനെ നരേന്ദ്രമോദിയെ കടത്തിവെട്ടാം എന്ന രീതിയിലാണ് സംസ്ഥാന ഗവൺമെന്റ് ജനദ്രോഹ നടപടികൾ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നരേന്ദ്രമോദി ഈ തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ, ജനദ്രോഹ ഭരണവുമായി മുന്നോട്ട് കഴിയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസം നൽകേണ്ട സംസ്ഥാന ഗവൺമെന്റ് തന്നെ കേരളത്തിലെ ജനങ്ങളെ ദ്രോഹിക്കുന്നതിൽ എങ്ങനെ നരേന്ദ്രമോദിയെ വെട്ടാനാകും എന്ന രീതിയിലാണ് ചിന്തിക്കുന്നത്, പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത്. DCCയുടെ അമരക്കാരനായി ഇനി യുവാക്കൾ ഭരിക്കട്ടെയെന്നും മുതിർന്നവരുടെ പൂർണ്ണ പിന്തുണയും അനുഗ്രഹവും ഒപ്പമുണ്ടാകുമെന്നും VM സുധീരൻ ചടങ്ങിൽ പറഞ്ഞു. KC അബു പാർട്ടിക്ക് ഒരു മുതൽക്കൂട്ടാണെന്നും അബുവിന്റെ സേവനങ്ങൾ പാർട്ടി പ്രയോജനപ്പെടുത്തുമെന്നും VM സുധീരൻ പറഞ്ഞു. ചടങ്ങിന് ശേഷം വിവിധ പോഷക സംഘടനാ പ്രതിനിധികൾ പുതിയ പ്രസിഡന്റിന് ഹാരാർപ്പണം നടത്തിയും ഷാൾ അണിയിച്ചും പൂച്ചെണ്ട് നൽകിയും അനുമോദിച്ചു. AICC മെമ്പർ അനുഗ്രഹീതനായ DCC പ്രസിഡന്റ് മാറുക എന്ന് പറഞ്ഞത് ക്ഷീണം. കോൺഗ്രസുകാരനല്ലാത്ത ഒരു അബു എന്ന് പറഞ്ഞാൽ അസാധുവാക്കിയ നോട്ടിന്റെ വിലയാണ്. KC അബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MP മാരായ MK രാഘവൻ, MI ഷാനവാസ്, മുൻ മന്ത്രി M കമലം, PV ഗംഗാധരൻ, ജില്ലാ UDF ചെയർമാൻ P ശങ്കരൻ, KPCC ജനറൽ സെക്രട്ടറിമാരായ PM സുരേഷ് ബാബു, N സുബ്രഹ്മണ്യൻ, KP അനിൽകുമാർ, പ്രവീൺ കുമാർ, ജയന്ത്, സുമാ ബാലകൃഷ്ണൻ തുടങ്ങി പാർട്ടി സംസ്ഥാന ജില്ലാ നേതാക്കളും പങ്കെടുത്തു. സഹകരണ പ്രസ്ഥാനത്തെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് താലൂക്ക് കള്ളുചെത്ത് വ്യവസായ തൊഴിലാളി സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. യൂണിയൻ CITU ജില്ലാ സെക്രട്ടറി PA ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന ജനറൽ ബോഡി യോഗത്തിൽ സംഘം പ്രസിഡന്റ് AV സദാശിവൻ അധ്യക്ഷനായി. കോഴിക്കോട് താലൂക്ക് കള്ളുചെത്ത് വ്യവസായ തൊഴിലാളി സഹകരണ സംഘത്തിന്റെ ജനറൽ ബോഡി യോഗത്തിൽ സഹകരണ പ്രതിസന്ധി സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. സാധാരണക്കാരായ ജനങ്ങളെ വലച്ചുകൊണ്ടുള്ള കേന്ദ്ര നയത്തിനെതിരെ സംഘടന നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി.
സഹകരണ പ്രസ്ഥാനത്തോടുള്ള വിവേചനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധ കൂട്ടായ്മ കള്ളുചെത്ത് തൊഴിലാളി യൂണിയൻ CITU ജില്ലാ സെക്രട്ടറി PA ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് AV സദാശിവൻ അധ്യക്ഷനായി. KV മനോഹരൻ, KR ഷാജി, MC ബിനീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. സഹകരണ പ്രസ്ഥാനത്തെ സംരക്ഷിക്കണമെന്ന ആവശ്യമുയർത്തി പ്രതിഷേധം ശക്തമാക്കാനാണ് സംഘടന ലക്ഷ്യമിടുന്നത്. തുടർന്ന് കള്ളുചെത്ത് വ്യവസായ തൊഴിലാളി യൂണിയൻ ഓഫീസിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് AV സദാശിവൻ അധ്യക്ഷനായി. സഹകരണ ബാങ്കുകളിൽ കള്ളപ്പണവും കള്ളനോട്ടും ഉണ്ട് എന്ന് ആരോപിച്ചാണ് ഈ ക്രൂരത ബാങ്കുകളോടും ജനങ്ങളോടും കാണിച്ചത്. യൂണിയൻ പ്രസിഡന്റ് T ദാസൻ കലണ്ടർ വിതരണം ചെയ്തു. മോഹനൻ കാരപ്പറമ്പ് ഏറ്റുവാങ്ങി. യൂണിയൻ ട്രഷറർ KK മോഹനൻ പേഴ്സും യൂണിയൻ സെക്രട്ടറി PA ചന്ദ്രശേഖരൻ ഡിവിഡന്റും വിതരണം ചെയ്തു. ചോയി, NR ഭാസ്കരൻ തുടങ്ങിയവർ ഏറ്റുവാങ്ങി. K ബാബു, KR ഷാജി, ബിനേഷ് MC തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നിലവിലെ അപാകതകൾ പരിഹരിക്കാതെ സ്വകാര്യ ഏജൻസികൾക്ക് കരാർ നൽകാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്ന് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സണ്ണി ചെന്നിക്കര. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗവൺമെന്റ് കരാർ തൊഴിലാളികൾ PWD ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിലെ കുടിശ്ശിക പോലും നൽകാതെ വർഷങ്ങളായി പൊതുമരാമത്ത് പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്തുന്ന കരാറുകാരെ ഏറെ പ്രതിസന്ധിയിലാക്കിയാണ് സർക്കാരിന്റെ പുതിയ ഉത്തരവ്. രജിസ്ട്രേഷൻ പുതുക്കണമെങ്കിൽ ബാങ്കിൽ നിന്നും കേപ്പബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നാണ് പുതിയ നിർദ്ദേശം. സർട്ടിഫിക്കറ്റിലൂടെ ബാങ്കുകൾക്ക് വൻതുക കമ്മീഷനായി ലഭിക്കുമെന്നല്ലാതെ സർക്കാരിന് സാമ്പത്തിക പ്രയോജനമില്ലാത്തതാണ് ഉത്തരവ്. ഈ സാഹചര്യത്തിലാണ് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സമരവുമായി രംഗത്തെത്തിയത്. മാനാഞ്ചിറ PWD ഓഫീസിലേക്ക് നടന്ന മാർച്ചും ധർണയും സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി സണ്ണി ചെന്നിക്കര ഉദ്ഘാടനം ചെയ്തു. നിലവിലെ അപാകതകൾ പരിഹരിക്കാതെ സ്വകാര്യ ഏജൻസികൾക്ക് കരാർ നൽകാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കരാറുകാരെല്ലാം കള്ളന്മാരാണെന്ന വ്യാജ പ്രചരണമാണ് നിലവിലുള്ളത്. ഇതിന് സർക്കാരും കൂട്ടുപിടിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. അസോസിയേഷൻ സംസ്ഥാന നേതാക്കളായ K മൊയ്തീൻകുട്ടി ഹാജി, KM അക്ബർ, KK ബാലകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് K അബ്ദുൽ അസീസ്, സെക്രട്ടറി KV സന്തോഷ് കുമാർ തുടങ്ങിയവർ ധർണാ സമരത്തിൽ അണിനിരന്നു. നാഷണൽ യൂത്ത് പ്രൊമോഷൻ കൌൺസിലും റോട്ടറി ക്ലബ് ഓഫ് കാലിക്കറ്റ് സൈബർ സിറ്റിയും സംയുക്തമായി നടത്തുന്ന NYPC റോട്ടറി ഫ്ലവർ ഷോയ്ക്ക് തുടക്കമാകുന്നു. ഡിസംബർ 23 മുതൽ ജനുവരി 1 വരെ കോഴിക്കോട് സരോവരം ഗ്രൌണ്ടിൽ ഫ്ലവർ ഷോ നടക്കും. നാഷണൽ യൂത്ത് പ്രൊമോഷൻ കൌൺസിലും റോട്ടറി ക്ലബ് ഓഫ് കാലിക്കറ്റ് സൈബർ സിറ്റിയും സംയുക്തമായി നടത്തുന്ന NYPC റോട്ടറി ഫ്ലവർ ഷോ ഡിസംബർ 23 മുതൽ ജനുവരി 1 വരെ കോഴിക്കോട് സരോവരം ഗ്രൌണ്ടിൽ നടക്കും. അപൂർവ ഇനം ചെടികളുടെയും പുഷ്പഫല പ്രദർശനവും വിൽപ്പനയും ഭക്ഷ്യമേളയും അമ്യൂസ്മെന്റും കോർത്തിണക്കി ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷത്തിന് തയ്യാറെടുക്കുന്ന മേളയുടെ പ്രദർശനം രാവിലെ 10 മുതൽ രാത്രി 9 മണി വരെയാണ്. നിരാലംബർക്കും അശരണർക്കും പിന്നോക്കം നിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന റോട്ടറി ക്ലബ് സൈബർ സിറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഫണ്ട് കണ്ടെത്തുന്നതിനാണ് ഫ്ലവർ ഷോ സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെ ഒരുപാട് കുട്ടികൾക്ക് നമ്മൾ പാവപ്പെട്ട പ്രയാസപ്പെടുന്ന കുട്ടികൾക്ക് നമ്മൾ സ്കോളർഷിപ്പ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മളെ കോഴിക്കോട് മെന്റൽ ഹോസ്പിറ്റൽ, ഓൾഡ് ഏജ് ഹോം, ഇവിടെയൊക്കെ തന്നെ കുറെ നല്ല പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. റോട്ടറി ക്ലബ് സൈബർ സിറ്റി പ്രസിഡന്റ് ഉണ്ണി ഒളകര, ജനറൽ കൺവീനർ മെഹറൂബ് മണലോടി, സെക്രട്ടറി മസൂദ് HH തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കൂട്ടധർണ നടത്തി. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ സംസ്ഥാന ജനറൽ സെക്രട്ടറി A അസ്മത്തുള്ള ഖാൻ ഉദ്ഘാടനം ചെയ്തു. കേരള ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി കൂട്ടധർണ നടത്തി. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിനു മുന്നിൽ നടന്ന ധർണ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി A അസ്മത്തുള്ള ഖാൻ ഉദ്ഘാടനം ചെയ്തു. ഇതിന് ഈ പ്രൊമോഷൻ നൽകാൻ തടസ്സം എന്താണെന്ന് ഡിപ്പാർട്ട്മെന്റ് പറയുന്നില്ല. ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ പറയുന്ന കാരണം എത്ര തസ്തികൾ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ തസ്തിക നിലവിലുണ്ടെന്ന് ഡിപ്പാർട്ട്മെന്റ് അറിയില്ല എന്നാണ് പറയുന്നത്. വളരെ മോശമായൊരു കാര്യമാണ്. എല്ലാം കമ്പ്യൂട്ടർ യുഗത്തിലും എല്ലാം വിരൽത്തുമ്പിലാണ്. പക്ഷേ എത്ര ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ തസ്തിക ഓൾ കേരള ലെവലിൽ ഉണ്ടെന്നോ അതിൽ എത്ര ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഡിപ്പാർട്ട്മെന്റ് മേലധികാരിക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരുടെ കേഡൽ സ്ട്രെങ്ത് അനുസരിച്ച് 1000-ഓളം റേഷ്യോ പ്രൊമോഷൻ ഒഴിവുകൾ പൂർണ്ണമായും നികത്തുക, 1/1/2016 അടിസ്ഥാനമാക്കിയുള്ള സീനിയോറിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക, ശമ്പള പരിഷ്കരണത്തിലെ അനോമലികൾ പരിഹരിക്കുക, അന്തർജില്ലാ സ്ഥലംമാറ്റ അനുപാതം 35% തുടങ്ങി നിരവധി ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് ധർണ നടന്നത്.
ജില്ലാ പ്രസിഡന്റ് PR സുരേഷ് കുമാർ, സെറ്റോ ജില്ലാ ചെയർമാൻ NP ബാലകൃഷ്ണൻ, NGO സംഘ് ജില്ലാ പ്രസിഡന്റ് രഘുനാഥ്, NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് MA ഖാദർ, KLIA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സുധി കോട്ടൂർ, V മനോജ് തുടങ്ങിയവരും പങ്കെടുത്തു. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. ഡിഫ്തീരിയയും മറ്റു മാരക രോഗങ്ങളും വാക്സിനേഷനിലൂടെ തടയാൻ കഴിയും. എല്ലാ വാക്സിനും സർക്കാർ ആശുപത്രികളിൽ നിന്നും നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൗജന്യമായി ലഭിക്കുന്നു. വാക്സിനേഷൻ കുട്ടികളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്. ഫൈനലി ഓർമ്മ വന്നു അല്ലേ? എന്ത് കണ്ണട മറന്നോ? വേറൊന്നും മറന്നില്ലേ? ഉറപ്പാ? ഈ മറവി എനിക്കിപ്പോ ഒരു ശീലമായി. ലാപ്ടോപ്പും സ്ക്രിപ്റ്റും ഇവിടെ തന്നെ ഇട്ടുപോയി. കണ്ണട വെച്ച് എന്താണോ ചെയ്യാൻ പോണത്? എവിടെ പോയി കണ്ണട? പില്ലോന്റെ അടിയിൽ ആരെ? ഈ കണ്ണട കാണാൻ നല്ല ഭംഗിയുണ്ട്. വാക്കുകളിൽ ഒതുങ്ങാത്ത വികാരങ്ങൾ പറയും. ഹാപ്പി ആനിവേഴ്സറി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. പുതുവത്സരത്തിൽ വ്യാജ മദ്യമൊഴുക്ക് തടയാൻ എക്സൈസ് പരിശോധനകൾ കർശനമാക്കി. കഴിഞ്ഞ ദിവസം രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊയിലാണ്ടി കീഴരിയൂർ നെടുമ്പൊയിൽ വാവാട്ടുമലയിൽ വ്യാജവാറ്റ് കേന്ദ്രത്തിൽ റെയ്ഡ് നടത്തി. വാഷും ചാരായവും വാറ്റ് ഉപകരണങ്ങളും കണ്ടെടുത്തു. വാറ്റുകാർ ഓടി രക്ഷപ്പെട്ടു. കൊയിലാണ്ടി കീഴരിയൂർ നെടുമ്പൊയിൽ മാവട്ടുമലയിലെ വ്യാജ വാറ്റ് കേന്ദ്രത്തിൽ കൊയിലാണ്ടി എക്സൈസ് പാർട്ടിയും ജില്ലാ എക്സൈസ് സ്ക്വാഡും റവന്യൂ അധികൃതരും റെയ്ഡ് നടത്തി. റെയ്ഡിൽ 300 ലിറ്റർ വാഷും 20 ലിറ്റർ ചാരായവും വാറ്റ് ഉപകരണങ്ങളും കണ്ടെത്തി. വ്യാജവാറ്റ് തകൃതിയായി നടക്കുമ്പോഴാണ് എക്സൈസ് സംഘം മലയുടെ മുകളിലെത്തിയത്. എന്നാൽ എക്സൈസ് സംഘത്തെ കണ്ടയുടനെ വാറ്റുകാർ മലയുടെ മറുഭാഗത്ത് ഓടി രക്ഷപ്പെട്ടു. എന്നാൽ പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതായി എക്സൈസ് അറിയിച്ചു. ചൊവ്വാഴ്ച രാവിലെ 7 മണിക്ക് ആരംഭിച്ച റെയ്ഡ് 3 മണിവരെ നീണ്ടു. കൊയിലാണ്ടി എക്സൈസ് ഇൻസ്പെക്ടർ P സജിത് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ N അജയകുമാർ, P റഷീദ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ MA ശ്രീജില, ഡ്രൈവർ പ്രത്യൂഷ് എന്നിവരും റെയ്ഡിൽ പങ്കെടുത്തു. പുതുവത്സരം പ്രമാണിച്ച് എക്സൈസ് റെയ്ഡ് ശക്തമാക്കുമെന്ന് ഇൻസ്പെക്ടർ അറിയിച്ചു. പതിനായിരങ്ങളെ സാക്ഷി നിർത്തി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനങ്ങളുടെ ഐക്യം യാഥാർത്ഥ്യമായി. കേരള നദ്വത്തുൽ മുജാഹിദിന്റെ ഇരുവിഭാഗങ്ങളും പോഷക സംഘടനകളും 14 വർഷത്തിന് ശേഷമാണ് യോജിക്കുന്നത്. ഐക്യ മഹാസമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ളക്കോയ മദനി ഉദ്ഘാടനം ചെയ്തു. ഐക്യപാതയിൽ പുതിയ ചരിത്രമെഴുതി മുജാഹിദ് സംഘടനകൾ വീണ്ടും ഒന്നിച്ചു. 1.5 പതിറ്റാണ്ടോളം കാലം ഭിന്നിച്ചു നിന്ന ഇരുവിഭാഗം പ്രവർത്തകർ വീണ്ടും സംഗമിച്ചപ്പോൾ കോഴിക്കോട് കടപ്പുറം സാക്ഷിയായത് പുതിയ ചരിത്രപ്പിറവിക്കായിരുന്നു. നാടിന്റെ നാനാഭാഗത്തു നിന്നും ഒഴുകിയെത്തിയ പതിനായിരങ്ങളെ സാക്ഷിയാക്കിയ സമ്മേളനം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കരുത്ത് തെളിയിക്കുന്നതായി മാറി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉച്ചയോടെ തന്നെ പ്രവർത്തകർ സമ്മേളന നഗരിയിലേക്ക് ഒഴുകിയെത്തി. 2017 ഡിസംബറിൽ നടക്കുന്ന മുജാഹിദ് 9ാം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും സമ്മേളനത്തിൽ നടന്നു. KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ളക്കോയ മദനി ഉദ്ഘാടനം ചെയ്തു. ഭിന്നിപ്പുകൾ സ്വാഭാവികമെങ്കിലും വീണ്ടും ഐക്യപ്പെടൽ അപൂർവമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് CP ഉമർ സുല്ലമി അധ്യക്ഷം വഹിച്ചു. ET മുഹമ്മദ് ബഷീർ MP, PS ശ്രീധരൻപിള്ള, KJU സെക്രട്ടറി M മുഹമ്മദ് മദനി, ഡോക്ടർ ഹുസൈൻ മടവൂർ, M സലാഹുദ്ദീൻ മദനി, M അബ്ദുറഹ്മാൻ സലഫി, A ഹസർ അലി, ഹനീഫ് കായക്കൊടി, അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ, മായൻകുട്ടി മേത്തർ, ഡോക്ടർ AI അബ്ദുൽ മജീദ് സലാഹി, ഡോക്ടർ ജാബിർ അമാനി, അബ്ദുൽ ജലീൽ മാമാങ്കര, PV അൻവർ MLA, ഡോക്ടർ ഫസൽ ഗഫൂർ, CP കുഞ്ഞു മുഹമ്മദ്, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, MI ഷാനവാസ് MP, MLA മാരായ ഡോക്ടർ MK മുനീർ, PK അബ്ദുറബ്, PK ബഷീർ, KM ഷാജി, DCC പ്രസിഡന്റ് T സിദ്ദിഖ്, AP അബ്ദുൽ വഹാബ്, PK അഹമ്മദ്, H മുഹമ്മദ് ബാബു സേട്ട്, PK കുഞ്ഞബ്ദുള്ള ഹാജി, സംസ്ഥാന ജനറൽ സെക്രട്ടറി PP ഉണ്ണിൻകുട്ടി മൗലവി, നൂർ മുഹമ്മദ് നൂർഷാ എന്നിവർ സംസാരിച്ചു. കൃഷിഭവൻ മുഖേന സംഭരിച്ചിട്ടുള്ള നാളികേരത്തിന്റെ വിലയും കർഷകർക്ക് നൽകുവാനുള്ള പെൻഷനുകളും പൂർണ്ണമായും കൊടുത്തു തീർക്കണമെന്ന് കേരള കോൺഗ്രസ് S സർക്കാരിനോട് ആവശ്യപ്പെട്ടു. CPIM-ന്റെ നേതൃത്വത്തിൽ 29-ന് നടക്കുന്ന മനുഷ്യച്ചങ്ങലയിൽ എല്ലാ പാർട്ടി പ്രവർത്തകരും പങ്കെടുക്കുമെന്നും സംഘടന പ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മാന്യതയാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ളത്. പലരുടെയും പെൻഷനുകൾ പൂർണ്ണമായി ഇതുവരെ കൊടുത്ത് തീർത്തിട്ടില്ല. എന്നാൽ ചില വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പെൻഷൻ
പൂർണ്ണമായും കൊടുത്ത് കഴിഞ്ഞിട്ടുമുണ്ട്. പ്രത്യേകിച്ച് കാർഷിക മേഖലയിലുള്ളവരുടെ കർഷക പെൻഷൻ അടക്കമുള്ള പെൻഷനുകൾ പലതും ഇനിയും കൊടുത്തു തീർക്കാൻ ബാക്കിയുണ്ട്. അത് എത്രയും വേഗം കൊടുത്ത് തീർക്കണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ വരൾച്ച കൊണ്ട് കൃഷിയിലെല്ലാം ഉണങ്ങിപ്പോയവരുടെയൊക്കെ ഐഡിയൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ നേതൃത്വത്തിൽ ടീച്ചേഴ്സ് ട്രെയിനിംഗ് വിദ്യാർത്ഥികൾക്കായുള്ള സംസ്ഥാനതല സഹവാസ ക്യാമ്പ് സമാപിച്ചു. 150ഓളം വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. മികച്ച അധ്യാപനം സാധ്യമാക്കുകയാണ് ക്യാമ്പിന്റെ ലക്ഷ്യം. മികച്ച അധ്യാപനത്തിലൂടെ പുതുതലമുറയെ വാർത്തെടുക്കാനുള്ള ശ്രമത്തിലാണ് ഐഡിയൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. മികച്ച അധ്യാപനം പരിശീലിക്കാൻ നൂതന രീതിയിലുള്ള ക്യാമ്പുകളാണ് ഇതിനായി വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയത്. വ്യത്യസ്ത മേഖലകളിലെ പ്രഗത്ഭരുടെ ക്ലാസുകൾ ഉൾപ്പെടെ ഐഡിയൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നേതൃത്വത്തിൽ 3 ദിന സഹവാസ ക്യാമ്പാണ് നിലവിൽ പുരോഗമിക്കുന്നത്. പ്രത്യേക ക്യാമ്പിൽ 150ഓളം വിദ്യാർത്ഥികൾ പരിശീലനം നടത്തുന്നുണ്ട്. മനഃശാസ്ത്രം, മാതൃകാധ്യാപനം, ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയ മേഖലകളെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുകയാണ് ക്യാമ്പിലൂടെ ലക്ഷ്യമിടുന്നത്. കാലിക്കറ്റ് വിമൻസ് എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ മോളി കുരുവിള, മുഹമ്മദ് സാലി, ഡോക്ടർ സി ബാലകൃഷ്ണൻ തുടങ്ങിയവരാണ് ക്ലാസുകൾ നയിക്കുന്നത്. ഐഡിയൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡയറക്ടർ എം വി നാസർ, കോർഡിനേറ്റർ പി പി ഫിറോസ് തുടങ്ങിയവർ നേതൃത്വം നൽകുന്ന ക്യാമ്പ് വ്യാഴാഴ്ച സമാപിക്കും. നോട്ട് പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് ശമ്പളം ലഭ്യമാക്കാത്തത് ജീവനക്കാരോടുള്ള അവഗണനയാണെന്ന് NGO അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ. NGO അസോസിയേഷൻ ജില്ലാ പ്രവർത്തക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവംബറിലെ ശമ്പളം ജീവനക്കാർക്ക് പൂർണ്ണമായും ലഭ്യമാക്കാത്തതിൽ NGO അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. റീഇംബേഴ്സ്മെന്റ്, PF വായ്പ എന്നിവ പിൻവലിക്കാൻ സാധിക്കുന്നില്ല. ശമ്പളവും ആനുകൂല്യങ്ങളും കൃത്യസമയത്ത് ലഭിക്കുവാൻ RBI അധികൃതരുമായി ചർച്ച നടത്താൻ ധനമന്ത്രി തയ്യാറാകാത്തത് ദുരൂഹമാണെന്ന് NGO അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ജില്ലാ പ്രവർത്തക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘടനാപരമായി ആ മാർച്ച് നമുക്കുണ്ടാക്കിയ നേട്ടം, വലിയ നേട്ടം ഉണ്ടാക്കിയത് 27/9 20-ാം മാർച്ച് നടക്കുന്നത്. 27/9 ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഉത്തരവ് വന്നു. ആ ഉത്തരവിൽ 4, 3, 7 ആളുകളുള്ള ജോയിന്റ് കൌൺസിൽ എന്ന് പറയുന്ന സംഘടന പ്രതിഷ്ഠിച്ച ADMR ഇനി പോസ്റ്റിംഗ് നടത്തേണ്ട എന്നുള്ള ഉത്തരവ് സമ്പാദിക്കാൻ NGO അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയ്ക്ക് സാധിച്ചത് ആ ശക്തമായ മാർച്ചിലാണ്. ജില്ലാ പ്രസിഡന്റ് MA ഖാദർ അധ്യക്ഷം വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം T മോഹൻകുമാർ, NP ബാലകൃഷ്ണൻ, P വിനയൻ, MT മധു, K വിനോദ് കുമാർ, K പ്രദീപൻ, ശശികുമാർ കാവാട്ട്, P അബ്ദുൽ ലത്തീഫ്, CK സതീശൻ, M ഷിബു, സിജു K നായർ, KK പ്രമോദ് കുമാർ, VP രജീഷ് കുമാർ, P ബിന്ദു, NT ജിതേഷ് എന്നിവർ സംസാരിച്ചു. മാലിന്യ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യവുമായി ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ ഭഗീരഥം പ്ലാസ്റ്റിക് പരിപാലന യജ്ഞം നടക്കും. 23-ന് രാവിലെ 10:30 MGS നാരായണൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിൽ എവിടെ പോയാലും വൈകുന്നേരമായി കഴിഞ്ഞാൽ ഇരുട്ടിന്റെ മറപ്പറ്റി എല്ലാ കടകളുടെയും മിക്കവാറും കടകളുടെയും ബിൽഡിങ്ങുകളുടെയും സൈഡ് ചേർത്ത് പ്ലാസ്റ്റിക് കത്തിക്കുന്ന കാണാം. കേരളം എന്നും എല്ലാ ദിവസവും എല്ലാ രാത്രികളിലും കേരളം പുകയുകയാണ്. ആരും പ്രതികരിക്കുന്നില്ല. ഒറ്റയ്ക്ക് ഒരാൾ ചെന്ന് ഇത് പ്ലാസ്റ്റിക് കത്തിക്കരുതെന്ന് പറഞ്ഞാൽ അയാൾ സദാചാര പോലീസായി മുദ്ര കുത്തപ്പെടും. ഒരാളോട് മാത്രം പറഞ്ഞിട്ടോ തിരുത്തിയിട്ടോ കാര്യമില്ല. സമൂഹത്തിന്റെ ചിന്താഗതിയിലാണ് മാറ്റം വരേണ്ടത്. മാലിന്യക്കെടുത്ത് സൃഷ്ടിക്കുന്ന ആതുരാവസ്ഥ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, IHRD കോളേജ് തലങ്ങളിലുള്ള 100-ലധികം NSS യൂണിറ്റുകളുടെ 2016 ഡിസംബർ 24 മുതൽ 31 വരെ നടക്കുന്ന വാർഷിക സപ്തദിന ക്യാമ്പിനെ ഏകോപിപ്പിച്ച് 10,000-ലധികം വളണ്ടിയർമാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും പ്രവർത്തനത്തിലൂടെ കോഴിക്കോട് ജില്ലയും നഗരവും 7 ദിവസങ്ങൾ കൊണ്ട് പ്ലാസ്റ്റിക് മുക്തമാക്കുന്നതിനുള്ള കർമ്മ പദ്ധതി കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ ഭഗീരഥം എന്ന പേരിൽ പ്ലാസ്റ്റിക് പരിപാലന യജ്ഞം നടക്കും. 23-ന് രാവിലെ 10:30 ആർട്സ് കോളേജിൽ MGS നാരായണൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9-ന് ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. വാർത്തകൾ തുടരുന്നു. പ്രണയാതുരമായ യുഗ്മഗാനങ്ങൾ കോർത്തിണക്കിയ സംഗീത വിരുന്ന് ഹൃദ്യമായ അനുഭവമായി സംഗീതാസ്വാദകർക്ക്. അവിസ്മരണീയമായ റൊമാന്റിക് ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ച സംഗീത പരിപാടിയിൽ പ്രണയഗാനങ്ങൾ മാധുര്യം ചോരാതെ അനുവാചകരിലെത്തി. പലവിധത്തിലുള്ള കലാപരിപാടികൾക്ക് സാക്ഷ്യം വഹിച്ച കോഴിക്കോട് നഗരത്തിലെ
സംഗീതാസ്വാദകർക്ക് തികച്ചും വ്യത്യസ്തമായ ഒരു സംഗീത വിരുന്ന് ഒരുക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം. 1961 മുതൽ 2012 വരെയുള്ള കാലഘട്ടത്തിലെ മലയാളം, തമിഴ്, ഹിന്ദി എന്നീ 3 ഭാഷകളിലെ 30 റൊമാന്റിക് യുഗ്മഗാനങ്ങൾ മാത്രമാണ് ടൗൺ ഹാളിൽ അവതരിപ്പിക്കപ്പെട്ടത്. 16ഓളം സംഗീത സംവിധായകർ ചിട്ടപ്പെടുത്തിയ മനോഹരമായ ഈ ഗാനങ്ങൾ പഴയകാലത്തെ സുപ്രസിദ്ധ ഗായകരും ഇന്നത്തെ യുവതലമുറയിലെ പ്രശസ്ത പിടിച്ചുപറ്റിയ ഗായകരും ഒന്നു ചേർത്ത് അവതരിപ്പിച്ചു. പല സംഗീത പരിപാടികളിലും പ്രേക്ഷകരുടെ മനം കവർന്ന മനോജ്, നിധീഷ്, വിജയ്, ഹർഷൻ, അനൂപ്, റോഷ്നി രൂപേഷ്, ശ്രീകല വിനോദ്, മേഘ ദിനേഷ്, ആവണി എന്നിവരാണ് 3 ഭാഷയിലുള്ള ഈ ഗാനങ്ങൾ അവയിൽ സന്നിവേശിക്കപ്പെട്ട ആവേശകരമായ മാധുര്യം ചോരാതെ ശ്രോതാക്കളുടെ മുൻപിൽ അവതരിപ്പിച്ചത്. പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ വലിയ പശ്ചാത്തല സംഗീത ഗ്രൂപ്പ് തന്നെ ഗിറ്റാറിസ്റ്റ് സോമന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിരുന്നു. കൊച്ചി ആകാശവാണിയിൽ നിന്നും വിരമിച്ച എഞ്ചിനീയറും ചിത്രകാരനും ഗായകനും എഴുത്തുകാരനും നടനുമായ കോഴിക്കോട്ടുകാരൻ വിജയ് മന്നത്താണ് പരിപാടി അവതരിപ്പിച്ചത്. കീബോർഡിൽ രജീഷ് ഡൊമിനിക്കും, ഗിറ്റാറിൽ സോമൻ ശശികൃഷ്ണനും, വയലിനിൽ മണികണ്ഠനും ഷാജിയും, ഫ്ലൂട്ടിൽ അബി, ഡ്രംസിൽ പ്രേംരാജ്, റിതംപേഡിൽ പീതാംബരൻ, തബലയിൽ വിനോദ് രാജേഷ് എന്നിവർ പശ്ചാത്തലമൊരുക്കി. മാറാട് അയ്യപ്പ ഭക്ത സംഘത്തിന്റെയും അയ്യപ്പ ഭജനമഠത്തിന്റെയും ആഭിമുഖ്യത്തിൽ മാറാട് അയ്യപ്പൻ വിളക്ക് ആഘോഷിച്ചു. പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിലും പൂജകളിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. വിപുലമായ പരിപാടികളോടെ മാറാട് അയ്യപ്പൻ വിളക്ക് ആഘോഷിച്ചു. മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. അയ്യപ്പൻ പാട്ട്, പൊലിപ്പാട്ട്, പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ്, ആഴിയാട്ടം, തിരിയൊഴിച്ചിൽ, വെട്ടും തടവും, ഗുരുതി തർപ്പണം എന്നിവ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. തായമ്പക ഭക്തർക്ക് ഹൃദ്യമായ അനുഭവമായി. ശരണം വിളികളുടെ ഉച്ചസ്ഥായിയിൽ ഭക്തി നിറവിൽ നടന്ന പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിൽ നിരവധി അയ്യപ്പന്മാർ പങ്കെടുത്തു. ചെണ്ടമേളവും കലാരൂപങ്ങളും എഴുന്നള്ളിപ്പിന് മാറ്റുകൂട്ടി. ക്ഷേത്രത്തിൽ അന്നദാനവും അയ്യപ്പൻ പൂജ പ്രസാദ വിതരണവും നടന്നു. ഭക്തജനങ്ങളുടെ നിറഞ്ഞ പങ്കാളിത്തം കൊണ്ടും അയ്യപ്പൻ വിളക്ക് മഹോത്സവം ശ്രദ്ധേയമായി. ഗായകൻ മുഹമ്മദ് റഫി സാഹിബിന്റെ 92ാം ജന്മദിനം ഡിസംബർ 24 വൈകുന്നേരം കോഴിക്കോട് ബീച്ചിൽ നടക്കും. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. ഗായകൻ മുഹമ്മദ് റാഫി സാഹിബിന്റെ 92ാം ജന്മദിനം 2016 ഡിസംബർ 24 വൈകുന്നേരം കോഴിക്കോട് ബീച്ചിൽ വെച്ച് ആഘോഷിക്കും. കോഴിക്കോട് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും. പ്രശസ്ത നടനും സംവിധായകനുമായ ജോയി മാത്യു ചടങ്ങിൽ മുഖ്യാതിഥിയാവുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ന് ഇന്ത്യയിൽ പാടുന്ന ചെറുപ്പക്കാരിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഗായകനാണ് ആഷിഷ് ശ്രീവാസ്ത. ബോംബെയിലാണ് ദിവസവും റഫിയുടെ പാട്ടുകൾ പാടുന്ന, റഫിയുടെ മാത്രം പാട്ടുകൾ പാടുന്ന ഒരു ഗായകനാണ്. അദ്ദേഹമാണ് നമ്മുടെ പരിപാടിക്ക്. പ്രശസ്ത പിന്നണി ഗായകൻ ആശിഷ് ശ്രീവാസ്തവ് നയിക്കുന്ന കൈരളി TMT റാഫി നൈറ്റ് ആണ് പരിപാടിയുടെ മുഖ്യ ആകർഷണം. KV സക്കീർ ഹുസൈൻ, പ്രകാശ് PP, അബ്ദുൾ റഷീദ്, C രമേശ്, CK മൊയ്തീൻ കോയ, K സുബേർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പാടെ തകിടം മറിക്കുന്ന നടപടികളുമായാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് DCC പ്രസിഡന്റ് T സിദ്ദിഖ്. സബർമതി ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ നോട്ട് പ്രതിസന്ധിയും കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സബർമതി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നോട്ട് പ്രതിസന്ധിയും കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. കോഴിക്കോട് മെട്രോ ടവർ ഹോട്ടലിൽ നടന്ന പരിപാടി കോഴിക്കോട് DCC പ്രസിഡന്റ് T സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. ഈ തീരുമാനമെടുത്തതിന് ശേഷം അതിന്റെ എഫക്റ്റ് വന്നിട്ടുള്ള RBIയുടെ അവസാനത്തെ വിലയിരുത്തലടക്കം പരിശോധിക്കുമ്പോൾ സമ്പദ് വ്യവസ്ഥ മുന്നിൽ കണ്ടിട്ടല്ല ഈ തീരുമാനമെടുത്തത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വിലയിരുത്തലിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. ഏകദേശം 85% വരുന്നതായിരിക്കുന്ന ഇൻവാലിഡ് ആക്കിയിട്ടുള്ള കറൻസികൾ മുഴുവൻ തിരിച്ചു പോകും. ബ്ലാക്ക് മണിയെ ചേർക്കുന്നതിന് വേണ്ടി തീവ്രവാദവുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന അനുബന്ധ മേഖലകളിലേക്ക് പോകുന്നതായിട്ടുള്ള പണം ചേർക്കാൻ വേണ്ടി അതുപോലെയുള്ളതായിരിക്കുന്ന അതിപ്രധാനമായിട്ടുള്ള വിഷയങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് നവംബർ മാസം 8-ാം തീയതി ഒരു രീതിയിലുള്ളതായ
മുൻ അറിവുകളും ജനങ്ങൾക്ക് പ്രദാനം ചെയ്യാതെ ഇത്തരം ഒരു നടപടി ദേശീയ തലത്തിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. സുപ്രഭാതം എക്സിക്യൂട്ടീവ് എഡിറ്റർ എ സജീവൻ അധ്യക്ഷനായിരുന്നു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ്, സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ MG മല്ലിക, സബർമതി ഫൗണ്ടേഷൻ സെക്രട്ടറി ആസിഫ് കുന്നത്ത്, പ്രസിഡന്റ് ജോബിൻ തോമസ് എന്നിവർ സംബന്ധിച്ചു. ഇനി ബിസിനസ് വാർത്തകൾ. കോഴിക്കോട്ടെ ബ്ലൂ സ്റ്റാറിന്റെ ആദ്യത്തെ പ്രോഡക്റ്റ് ഡിസ്പ്ലേ ഏരിയ ആയ കോറൽ കൂളിംഗ് സിസ്റ്റംസ് പ്രവർത്തനം ആരംഭിച്ചു. സാമൂതിരി ക്രോസ് റോഡിൽ ആരംഭിച്ച ഷോറൂം ബ്ലൂ സ്റ്റാർ ഏരിയ സെയിൽസ് മാനേജർ വിൻസ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. കൊമേഴ്ഷ്യൽ, റെസിഡൻഷ്യൽ AC-കൾ ഉൾപ്പെടെ നൂതന ഇൻവെർട്ടർ AC-കളുടെ വിപുലമായ ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ ബ്ലൂ സ്റ്റാറിന്റെ ആദ്യത്തെ പ്രോഡക്റ്റ് ഡിസ്പ്ലേ ഏരിയ ഇനി ജനങ്ങളിലേക്ക്. ഇതിനായി കോറൽ കൂളിംഗ് സിസ്റ്റംസ് തയ്യാറായി കഴിഞ്ഞു. സാമൂതിരി ക്രോസ് റോഡിൽ ആരംഭിച്ച ഷോറൂം ബ്ലൂ സ്റ്റാർ സെയിൽസ് ഏരിയ മാനേജർ വിൻസ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. ഒമാൻ എയർ ഡിസ്ട്രിക്ട് സെയിൽസ് മാനേജർ KK നായർ ഭദ്രദീപം കൊളുത്തി. പാർട്ട്ണർമാരായ ദിനേഷ് കുമാർ, വിജയൻ, ജേക്കബ് സെബാസ്റ്റ്യൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. എയർ കണ്ടീഷണറുകളുടെ വിപുലമായ ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ AC-കളുടെ വിവിധ ശ്രേണികൾക്ക് 29,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയാണ് വില. റെസിഡൻഷ്യൽ AC-കളിൽ വിൻഡോ സ്പ്ലിറ്റ് AC-കളും കൊമേഴ്ഷ്യൽ വിഭാഗത്തിൽ കാസറ്റ്, വെർട്ടിക്കിൾ, മെഗാ സ്പ്ലിറ്റ് AC-കളും ഷോറൂമിൽ ലഭ്യമാണ്. നൂതന സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്തുന്ന ഇൻവെർട്ടർ AC-കളുടെ വിപുലമായ ശേഖരവും ബ്ലൂ സ്റ്റാറിന്റെ പ്രത്യേകതയാണ്. വിൽപ്പനയ്ക്കൊപ്പം ഉപഭോക്താക്കൾക്ക് മികച്ച സേവനവും ഉറപ്പുവരുത്തിയാണ് ബ്ലൂ സ്റ്റാറിന്റെ തുടക്കം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ. ബേപ്പൂരിൽ നടുവട്ടം അടാട്ട് റോഡിൽ മാലിന്യം തള്ളിയത് നാട്ടുകാർ പിടികൂടി. പ്രദേശത്ത് മാലിന്യം തള്ളുന്ന പ്രവണത കൂടിയതിനെ തുടർന്ന് നിതാന്ത ജാഗ്രതയിലാണ് ഇവിടുത്തെ പൊതുജനങ്ങളും റെസിഡൻസ് അസോസിയേഷനുകളും. ശിവപുരി റോഡിലാണ് കവറിൽ കെട്ടി തള്ളിയ മാലിന്യം നാട്ടുകാർ കണ്ടത്. ഇത് പരതിയപ്പോൾ കിട്ടിയ അഡ്രസ്സിൽ ബന്ധപ്പെട്ട് മാലിന്യം പൂർണ്ണമായും തിരിച്ചടിപ്പിക്കുകയായിരുന്നു. പൊതു ഇടങ്ങളിൽ മാലിന്യം ഉപേക്ഷിച്ചു പോകുന്നവർക്കെതിരെ കർശന മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇവിടുത്തെ നടുവട്ടം ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ. ഇതിനെതിരെ പോലീസിൽ പരാതിയും നൽകി. മാലിന്യം വലിച്ചെറിഞ്ഞ് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായ നടപടികളാണ് റെസിഡൻസ് അസോസിയേഷൻ കൈക്കൊള്ളുന്നത്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെടുന്ന യുവതലമുറയെ ലഹരി ഉപയോഗത്തിൽ നിന്നും മുക്തരാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഒരുമ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തിയത്. എക്സൈസ് ഇൻസ്പെക്ടർ ഗിരീഷ് കുമാർ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. കക്കാടത്ത് സജീഷ് കുമാർ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. ജനമൈത്രി ബീറ്റ് ഓഫീസർ വിനോദ് കുമാർ C, കൌൺസിലർ N സതീഷ് കുമാർ, ഒരുമ സെക്രട്ടറി മണികണ്ഠൻ V എന്നിവർ പ്രസംഗിച്ചു. ഒരുമ ബാലവേദിയുടെയും യുവജനവേദിയുടെയും രൂപീകരണവും ഇതോടൊപ്പം നടന്നു. യുവജനവേദി ഭാരവാഹികളായി നിഹാൽ പ്രസിഡന്റ്, വിപിൻ വിജയൻ, അനഘ ജോയിന്റ് സെക്രട്ടറിമാർ, രഞ്ജു സെക്രട്ടറി, ശ്വേത വൈസ് പ്രസിഡന്റ് എന്നിവരെ തെരഞ്ഞെടുത്തു. ബാലവേദിയുടെ പുതിയ ഭാരവാഹികളായി ഹരീഷ് മോഹൻ, അശ്വിൻ, മാളവിക കക്കാടത്ത്, വിശ്വജിത്ത് എന്നിവരും ചുമതലയേറ്റു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് പുതിയ സാരഥി. T സിദ്ദിഖ് DCC പ്രസിഡന്റായി സ്ഥാനമേറ്റു. സഹകരണ പ്രസ്ഥാനങ്ങളോടുള്ള വിവേചനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കള്ളുചെത്ത് തൊഴിലാളികളുടെ പ്രതിഷേധ പ്രകടനം. സമരം ശക്തമാക്കാൻ പൊതുയോഗത്തിൽ തീരുമാനം. കേഡർ സ്ട്രെങ്ത് അനുസരിച്ച് പ്രൊമോഷൻ ഒഴിവുകൾ നികത്താൻ കേരള ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന വ്യാപക ധർണാ സമരം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.